ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ നേതാവും വഴികാട്ടിയുമായിരുന്ന മഹാത്മാഗാന്ധി, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അദ്ദേഹം അഹിംസയിലൂന്നിയ സത്യാഗ്രഹ എന്ന സിദ്ധാന്തത്തിലൂടെ ലോകമെമ്പാടും അറിയപ്പെട്ടു. നിസ്സഹകരണ പ്രസ്ഥാനം, ഉപ്പു സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം തുടങ്ങിയ നിരവധി സമരമുറകളിലൂടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ പ്രയത്നിച്ച വ്യക്തിയാണ് ഗാന്ധിജി. അഹിംസ, സത്യ, സ്നേഹം എന്നീ മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ച് സ്വാതന്ത്ര്യത്തിന് സാമൂഹിക പരിഷ്കരണത്തിനുമായി ജീവിതം സമർപ്പിച്ച മഹാനായ വ്യക്തിയാണ് ഗാന്ധിജി. അഹിംസ മാർഗത്തിലൂടെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അദ്ദേഹം പോരാടി. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിലാണ് ഗാന്ധിജി ജനിച്ചത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും 4ാമത്തെ പുത്രനായിരുന്നു അദ്ദേഹം. 1883 തൻ്റെ 14ാമത്തെ വയസ്സിൽ അദ്ദേഹം കസ്തൂർബയെ വിവാഹം കഴിച്ചു. പഠിക്കാൻ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയായിരുന്നില്ല അദ്ദേഹം. ബാരിസ്റ്ററാകാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. വീട്ടുകാരുടെ നിർബന്ധപ്രകാരമാണ് അദ്ദേഹം ബാരിസ്റ്റർ ബിരുദം കരസ്ഥമാക്കിയത്. 1887 മെട്രിക്കുലേഷൻ പാസ്സായ ശേഷം 1888 നിയമം പഠിക്കാൻ അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോയി. ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം പഠിച്ചത്. അക്കാലത്ത് വായിച്ച ഭഗവത്ഗീത അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തി. അദ്ദേഹം ഖുറാനും ബൈബിളും പഠിച്ചു. 1891 നിയമപഠനം പൂർത്തിയാക്കി നാട്ടിൽ തിരിച്ചെത്തി. 1893 ജോലിക്കായി ദക്ഷിണാഫ്രിക്കയിലെത്തി. ദക്ഷിണാഫ്രിക്കയിൽ നിലനിന്നിരുന്ന വർണ്ണ വിവേചനം ഗാന്ധിജിയെ അസ്വസ്ഥനാക്കി. തീവണ്ടിയിൽ ഉയർന്ന ക്ലാസ്സിൽ ഇന്ത്യക്കാരെയോ കറുത്ത വർഗ്ഗക്കാരെയോ കയറാൻ അനുവദിച്ചിരുന്നില്ല. പലതവണ അദ്ദേഹത്തിന് മർദ്ദനമേൽക്കേണ്ടി വന്നു. ഈ അനീതിക്കെതിരെ പ്രതികരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാർ അനുഭവിക്കുന്ന കഷ്ടതകൾക്കെതിരെ അദ്ദേഹം പ്രസംഗിച്ചു. 1896 അദ്ദേഹം ഇന്ത്യയിലെത്തി. ഇതിനെക്കുറിച്ച് ലഘുരേഖകളും പത്രക്കുറിപ്പുകളും ഇറക്കി. അദ്ദേഹം ബാലഗംഗാധര തിലകിനെയും ഗോപാലകൃഷ്ണ ഗോഖലെയും സന്ദർശിച്ചു. തിരിച്ചെത്തി അദ്ദേഹത്തിന് വെള്ളക്കാരുടെ ആക്രമണത്തിന് ഇരയാകേണ്ടി വന്നു. 1901 കൽക്കട്ടയിൽ വെച്ച് നടന്ന നാഷണൽ കോൺഗ്രസിൽ പങ്കെടുത്തു. 1903 ജോഹന്നാസ്ബർഗിൽ സുപ്രീം കോടതിയിൽ അഭിഭാഷകനായി. ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം അദ്ദേഹം ഇറക്കുന്ന ഇവിടെ വെച്ചാണ്. സത്യാഗ്രഹ എന്ന സമരമാർഗം അദ്ദേഹം വികസിപ്പിച്ചെടുത്തു. 1906 ബ്രഹ്മചര്യ ജീവിതവ്രതമാക്കി. 1915 ജനുവരി 1 ഗാന്ധിജി ഇന്ത്യയിൽ മടങ്ങിയെത്തി. ഇതിൻ്റെ ഓർമ്മയ്ക്കാണ് ജനുവരി 1 പ്രവാസി ഭാരതീയ ദിനമായി ഇന്ത്യൻ സർക്കാർ ആചരിക്കുന്നത്. അദ്ദേഹം രാജ്യം മുഴുവൻ സഞ്ചരിച്ചു. 1917 സത്യാഗ്രഹ ആശ്രമം സബർമതിയിലേക്ക് മാറ്റി. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി അഭിഭാഷകനായി സേവനം അനുഷ്ഠിക്കുന്ന കാലത്ത് സത്യാഗ്രഹ എന്ന സമരമാർഗം വികസിപ്പിച്ചെടുത്തു. അതുകൊണ്ടാണ് ദക്ഷിണാഫ്രിക്കയെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കുന്നത്. ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് അഭിസംബോധന ചെയ്ത രവീന്ദ്രനാഥ ടാഗോറാണ്. ഏറ്റവും കഠിനമായ പ്രതിസന്ധികളിലും സത്യം, അഹിംസ എന്നീ മൂല്യങ്ങളിൽ അടിയുറച്ച് പ്രവർത്തിക്കാനും ജീവിതചര്യയാക്കി മാറ്റാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു. ജീവിതകാലം മുഴുവൻ അദ്ദേഹം ഹൈന്ദവ തത്വശാസ്ത്രങ്ങളുടെ വക്താവായിരുന്നു. വളരെ ലളിതമായ ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത്. സ്വയം നെയ്തുണ്ടാക്കിയ വസ്ത്രമാണ് ധരിച്ചിരുന്നത്. സസ്യാഹാരമാണ് കഴിച്ചിരുന്നത്. നിരാഹാര ആത്മീയ ശുദ്ധീകരണത്തിനുള്ള ഉപാധിയാക്കി. ഗാന്ധിജിയുടെ ദർശനങ്ങൾ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. മാർട്ടിൻ ലൂതർ കിങ്, നെൽസൺ മണ്ടേല, ആങ് സാൻ സൂചി എന്നിവർ ഗാന്ധിയൻ ആശയങ്ങൾ ആകൃഷ്ടരായി. അദ്ദേഹത്തെ രാഷ്ട്രപിതാവായി ആദരിക്കുന്നതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 2 ദേശീയ അവധി നൽകി ആദരിക്കുന്നു. ഐക്യരാഷ്ട്ര സഭ അന്നേ ദിവസം ഐക്യരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നു. ദക്ഷിണാഫ്രിക്കയിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നേരിടേണ്ടി വന്ന വർണ്ണ വിവേചനം അദ്ദേഹത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവന്നു. അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം എന്ന സമരമുറ അദ്ദേഹം പരീക്ഷിച്ചു. അദ്ദേഹത്തെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. മഹാത്മാഗാന്ധിയുടെ പ്രധാന സത്യാഗ്രഹ സമരങ്ങളാണ് ചമ്പാരൻ സത്യാഗ്രഹ 1917, അഹമ്മദാബാദ് തുണിമിൽ സമരം 1918, ഗേദ സത്യാഗ്രഹ 1918, ഉപ്പു സത്യാഗ്രഹ 1930 എന്നിവ. ഈ സമരങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്കുവഹിച്ചു. 1919 റൗലറ്റ് ആക്ട് നിയമപ്രകാരം വിചാരണ കൂടാതെ ഏതൊരു ഇന്ത്യക്കാരനെയും തടവിലാക്കാനും ജയിലിലടയ്ക്കാനുമുള്ളൊരു നിയമം കൊണ്ടുവന്നു.
ഇതിൽ പ്രതികരിക്കാൻ വേണ്ടി ജനങ്ങൾ പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിൽ ഒത്തുചേർന്നു. ഇവരെ ബ്രിട്ടീഷുകാർ കൊല ചെയ്തു. ഏപ്രിൽ 13 നടന്ന ഈ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു കറുത്ത ഏടാണ്. 1920 സെപ്റ്റംബർ 20 ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനത്തിന് രൂപം നൽകി. സമരക്കാർ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിച്ചു. സ്വദേശി വസ്ത്രങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു. 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ വെച്ച് നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നടന്ന ഒരു ജാഥയിൽ പങ്കെടുത്ത ജനങ്ങൾക്ക് നേരെ പോലീസ് വെടിവെച്ചു. ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു തീയിട്ടു. ഈ സംഭവം ചൗരി ചൗര സംഭവം എന്ന പേരിൽ അറിയപ്പെട്ടു. 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. തൻ്റെ അഹിംസ എന്ന ആശയത്തിന് വിപരീതമായി നടന്ന സംഭവം ഗാന്ധിജിയെ വളരെയധികം വേദനിപ്പിച്ചു. അദ്ദേഹം നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുകയും ചെയ്തു. യങ് ഇന്ത്യയിൽ അദ്ദേഹം എഴുതിയ ലേഖനം പ്രകാരം അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. 6 വർഷം ജയിലിലടച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി പരിഗണിച്ച് 2 വർഷം കഴിഞ്ഞ് വിട്ടയച്ചു. ഇന്ത്യ ഒട്ടാകെ അദ്ദേഹം സഞ്ചരിച്ചു. 1922 സൈമൺ കമ്മീഷൻ ബഹിഷ്കരിച്ചു. ഒരു ഇന്ത്യക്കാരന് ഇല്ലാത്ത സൈമൺ കമ്മീഷൻ അദ്ദേഹം ബഹിഷ്കരിക്കുകയുണ്ടായി. നാടെങ്ങും പ്രക്ഷോഭങ്ങൾ സംഘടിക്കപ്പെട്ടു. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വരുന്ന ദിവസം ഹർത്താൽ ആചരിച്ചു. ബ്രിട്ടീഷുകാർ ഇതിനെ അടിച്ചമർത്തി. ലാലാ ലജ്പത് റായ്ക്ക് ഗുരുതര പരിക്കേൽക്കുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ രണ്ടാം സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു. 1930 ഉപ്പ് സത്യാഗ്രഹം തുടങ്ങി. മാർച്ച് 12 ദണ്ഡി യാത്ര ആരംഭിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട 72 അനുയായികളോടൊപ്പം സബർമതി ആശ്രമത്തിൽ നിന്നും 200 മൈൽ അകലെയുള്ള ദണ്ഡിയിലേക്ക് യാത്ര തുടർന്നു. 24 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഗുജറാത്തിലെ ദണ്ഡിയിലെത്തി. 1930 ഏപ്രിൽ 6 ഉപ്പ് നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കി. ഇന്ത്യയിലെങ്ങും നിയമലംഘന സമരങ്ങൾ അരങ്ങേറി. ദണ്ഡി കടപ്പുറത്ത് സത്യാഗ്രഹം ആരംഭിച്ചു. അവിടെ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും ചെയ്തു. കോൺഗ്രസിൻ്റെ സഹകരണമില്ലാതെ ഭരണഘടനാ ചർച്ചയിൽ കാര്യമില്ലെന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി. കോൺഗ്രസുമായി ഒരു ഒത്തുതീർപ്പിന് അവർ ശ്രമിച്ചു. 1931 ജനുവരിയിൽ ജയിലിൽ നിന്ന് അദ്ദേഹത്തെ മോചിപ്പിച്ചു. വൈസ്രോയ് ഇർവിൻ പ്രഭു ചർച്ചയ്ക്ക് വിളിച്ചു. 1931 മാർച്ച് 5 ഉടമ്പടി പ്രകാരം നിയമലംഘന സമരം ഗാന്ധിജി അവസാനിപ്പിച്ചു. ഇതാണ് ഗാന്ധി ഇർവിൻ കരാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1931 ഓഗസ്റ്റിൽ 29 ലണ്ടനിലേക്ക് പോയ ഏക പ്രതിനിധി ഗാന്ധിജിയായിരുന്നു. ഈ രണ്ടാം വട്ടമേശ സമ്മേളനം പരാജയപ്പെട്ടു. അങ്ങനെ അത് നിർത്തിവെക്കുകയുണ്ടായി. തിരിച്ചെത്തിയ ഗാന്ധിജി സമര പ്രക്ഷോഭങ്ങൾ തുടർന്നു. വീണ്ടും ജയിലിലായി. കസ്തൂർബ സമരത്തിൽ സജീവമായി. 1932 സെപ്റ്റംബറിൽ ഏർവാഡ ജയിലിൽ വെച്ച് നിരാഹാരം ഗാന്ധിജി ആരംഭിച്ചു. ഹിന്ദുക്കളുടെ പ്രതിനിധിയായി മദൻ മോഹൻ മാളവിയും ദളിതരുടെ പ്രതിനിധിയായി ഡോക്ടർ അംബേദ്കറും പങ്കെടുത്തു. ഈ ഉടമ്പടി പ്രകാരം ഗാന്ധിജി ഉപവാസം അവസാനിപ്പിച്ചു. ഈ ഉടമ്പടി പൂന കരാർ എന്ന പേരിൽ അറിയപ്പെടുന്നു. അദ്ദേഹം ഹരിജൻ എന്നൊരു പത്രം ഇറക്കി. 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചു. ഡു ഓർ ഡൈ, അല്ലെങ്കിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഇവിടെ വെച്ച് ആരംഭിച്ചു. ഓഗസ്റ്റ് 9 ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു. പ്രമുഖ നേതാക്കളെല്ലാം അറസ്റ്റിലായി. 1944 തടവറയിൽ വെച്ച് കസ്തൂർബ മരിക്കുന്നു. ഇന്ത്യൻ തടവിൽ 2089 ദിവസം അദ്ദേഹത്തിന് കഴിയേണ്ടി വന്നു. സ്വാതന്ത്ര്യം സുതാര്യമായി. എന്നാൽ മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം മുസ്ലിങ്ങൾക്കായി പ്രത്യേക രാഷ്ട്രം വേണമെന്ന് ആവശ്യപ്പെട്ടു. ഗാന്ധിജി ഈ വിഭജനത്തെ എതിർത്തു. ഇന്ത്യ വിഭജനം അദ്ദേഹത്തെ ദുഃഖിതനാക്കി. 1947 സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും വർഗീയത അരങ്ങേറുകയുണ്ടായി. സമാധാനത്തിനായി അദ്ദേഹം നിരാഹാര സമരം ആരംഭിച്ചു. 1948 ജനുവരി 30 ബിർള മന്ദിരത്തിൽ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കവേ നാഥുറാം ഗോഡ്സെ എന്ന മതഭ്രാന്തൻ്റെ വെടിയേറ്റ് അദ്ദേഹം മരണമടഞ്ഞു. രാജ്ഘട്ടിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നാണ് ഗാന്ധിജിയുടെ പ്രശസ്തമായ മുദ്രാവാക്യം.
രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ തൂലികയിൽ നിന്നുള്ള ഏറ്റവും മികച്ച പുസ്തകങ്ങളാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, ഭാഗ്യചക്രം, എൻ്റെ സ്വപ്നങ്ങളുടെ ഇന്ത്യ, സ്വയം കീഴടങ്ങൽ എന്നിവ.